അമ്മയാണെന്ന് വിചാരിക്കണ്ട. അവളെ അനുജത്തിയായിട്ടും കരുതണ്ട. ഒരുപാട് പേരെ സഹായിക്കുന്നവനല്ലേ നീ. നിസ്സഹായ ഒരു വൃദ്ധ വന്ന് ഭിക്ഷ ചോദിക്കുകയാണെന്ന് കരുതിയാ മതി. ഞാൻ പോകുന്നു. അപ്പച്ചാ, ആരാ ഇത്? ചേച്ചിയമ്മ. അനിലെന്നല്ലേ പേര്? കൃഷ്ണദാസിന്റെ മകൻ. എന്നെ അറിയോ? അറിയാം, എല്ലാം അറിയാം. എല്ലാം അറിയില്ല, അതുപോട്ടെ. വിജയ് എന്ന കുട്ടിയായിട്ട് നിങ്ങൾ എങ്ങനെയാ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഉണ്ട്. കാരണം എന്നെയും അവളെയും ചുമന്നത് ഒരേ ഗർഭപാത്രമായതുകൊണ്ട്. പറയൂ, എന്താ നിന്റെ ഭാവം? ഷീസ് പ്രഗ്നന്റ്. നാട്ടിൽ ഇതുപോലെ എത്ര പേര് പ്രഗ്നന്റ് ആവുന്നു? അതിനൊക്കെ ഞാൻ ഉത്തരം പറയണമെന്ന് വെച്ചാൽ? പക്ഷെ ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഓ, സഹോദര സ്നേഹം. പെങ്ങടെ ഗർഭത്തിന് ഒരു തന്തയെ തിരക്ക് നടക്കുന്ന സഹോദരൻ. ആ സഹോദരന്റെ തന്ത ആരാണെന്ന് അയക്കോ ഈ ലോകത്തിന് ഇന്നും അറിയില്ല. ഇതെന്ത് വിക്രമാദിത്യൻ കഥയോ? സ്റ്റോപ്പ് ഇറ്റ്. പണ്ട് തള്ള ചെയ്ത് ഇന്ന് മോള് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അധോലോക സാമ്രാജ്യത്തിന് പാരമ്പര്യം അനുസരിച്ച് പുതിയ അനന്തരാവകാശം കിട്ടാൻ പോവല്ലേ? നിർത്തടാ. നീ പറഞ്ഞതും പരിഹസിച്ചതും മുഴുവൻ ഞാൻ സഹിച്ചു. എന്തുകൊണ്ടാണെന്നോ? അവളുടെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഈ നാവ് ഞാൻ പിഴുതെടുത്തനെ. അനിൽ, ഇനിയും സമയം തരാം. ഒന്ന് ആലോചിച്ച് നോക്ക്. അവളുടെ ജീവിതം നീ നശിപ്പിക്കരുത്. ഒന്നും ആലോചിക്കണ്ട. പെങ്ങൾക്ക് വേറെ ആളെ നോക്കിയാൽ മതി. അവളും ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് അവളെ അറിയാനും വയ്യ. ഇന്ന് നിനക്ക് ഇവിടെ അറിയില്ലല്ലേ? ഇന്നല്ല, എന്നും എനിക്കറിയില്ല. നിങ്ങളുടെ ഗുണ്ടായിസൊന്നും എന്റെ അടുക്ക് വേണ്ട. പെങ്ങള് പഴിച്ചതിന് വഴി കാണുന്നവനൊക്കെ എടുത്ത് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കയറ് ഊരി വിടുമ്പോ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു.